ആ ഭഗവാനിലേക്ക് പരിപൂർണമായ ആശ്രയം നമുക്കുണ്ടാവണമെങ്കിൽ, ഭഗവാന്റെ പരിപൂർണമായ അനുഭവത്തെ, ആനന്ദത്തെ നമ്മൾ നേടണമെങ്കിൽ ഭഗവാനിലേക്ക് നമ്മൾ ഗോപികമാരുടെ ഈ ഒരു പരമപ്രേമത്തെ ആരാണോ കേൾക്കുന്നത്, പാടുന്നത്, അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടാകും, പരിശുദ്ധമായ ഭക്തി ഭഗവാനിലേക്ക് ഉദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃന്ദാവനം എന്ന പുണ്യഭൂമിയിലേക്ക് ഗോപവൃന്ദം താമസം മാറ്റുന്നതും ഭഗവാന്റെ അതിസുന്ദരമായ വൃന്ദാവന ലീലകൾ ആരംഭിക്കുന്നു. യമുനാ തീരത്തും ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്വാരകളിലും പശുക്കളെയും പശുക്കുട്ടികളെയും മേയ്ക്കാൻ കൂട്ടുകാരായ ഗോപാലന്മാരോടൊപ്പം പോകുന്നതായ ഭഗവാന്റെ വനഭോജനം എന്ന രംഗം. യജ്ഞശാലയിൽ വസ്തുശുദ്ധി, മന്ത്രശുദ്ധി, ദേശശുദ്ധി, കാലശുദ്ധി തുടങ്ങിയിട്ടുള്ളതായ ശുദ്ധി അശുദ്ധികളെ നോക്കി ഫലം കൊടുക്കുന്ന യജ്ഞസ്വരൂപനായ ഭഗവാൻ ഇടയച്ചക്കന്മാരുടെ ഇടയിൽ തൻ്റെ കയ്യിലുള്ള ഭക്ഷണം അങ്ങോട്ട് കൊടുത്തും അവരുടെ കയ്യിലുള്ളത് ഇങ്ങോട്ട് തട്ടിയെടുത്തും ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ബ്രഹ്മാണ്ഡനായകനായ ബ്രഹ്മാവിന് ഒരു സംശയം. കൃഷ്ണാവതാരം, പരിപൂർണതമാവതാരം, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നൊക്കെയുള്ളതായ വാക്ക് കേട്ട് ഭൂമിയിലേക്ക് ഭഗവാൻ അവതരിക്കുന്നു. പന്നകശായിയായ പത്മനാഭൻ, പാലാഴിനാഥൻ ഭൂമിയിൽ അവതരിക്കുന്നു എന്നൊക്കെ കേട്ട് ഭൂമിയിലേക്ക് കൃഷ്ണാവതാരം കാണാൻ വന്ന ബ്രഹ്മാവിന്റെ മനസ്സിൽ അത്ഭുത ലീലകളെ കാണിക്കുന്ന ഒരു ഭഗവാനെയാ വിചാരിച്ചത്. പക്ഷേ വൃന്ദാവനത്തിൽ വന്നു നോക്കുമ്പോൾ ഒരു സാധാരണ ചെക്കൻ, ഇടയച്ചക്കന്മാരുടെ ഇടയിലെ ഒരു ഗോപാലൻ, ഒരു പ്രത്യേകതയും കൃഷ്ണന് തോന്നിയില്ല. അപ്പൊ ബ്രഹ്മാവിന് തോന്നി, ഒന്നറിയണല്ലോ, ഒന്ന് പരീക്ഷിക്കണല്ലോ. അങ്ങനെയാണ് ബ്രഹ്മാവ് തന്റെ മായാവിദ്യ കൊണ്ട് ഭഗവാനോടൊപ്പം ഉണ്ടായിരുന്ന ഗോപാലന്മാരെയും പശുക്കളെയും പശുക്കുട്ടികളെയും മറച്ചു. ഒരു ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ തന്റെ നാഭീകമലത്തിന് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ അല്പം പശുക്കളെയും പശുക്കുട്ടികളെയും സൃഷ്ടിക്കാൻ തനിക്ക് എന്ത് ബുദ്ധിമുട്ട്? അത്രയും രൂപത്തിൽ ഭഗവാൻ തന്നെ അവിടെ അവതാരങ്ങൾ എടുത്തു. പശുക്കളായി, പശുക്കുട്ടികളായി, ഗോപാലന്മാരായി കൃഷ്ണൻ തന്നെ വൃന്ദാവനത്തില് ഓടി നടന്നു. ബ്രഹ്മാവ് താൻ മറച്ചതിനെയൊക്കെ വൃന്ദാവനത്തിൽ കണ്ടപ്പോ സംശയായി. ബ്രഹ്മലോകത്തേക്ക് പോയി നോക്കുമ്പോ അത് അവിടെയുണ്ട്, വൃന്ദാവനത്തിൽ വന്ന് നോക്കുമ്പോ അതൊക്കെ ഇവിടെയുണ്ട്. സത്യാക്കേ കതരേ നീതി. ഒടുവിൽ ബ്രഹ്മാവിന് സംശയമായി, ഇതിലേതാ യാഥാർത്ഥ്യം എന്ന്. വീണ്ടും ബ്രഹ്മാവെന്ന് വൃന്ദാവനത്തിലേക്ക് വന്നപ്പോഴാണ് തുളസിമാല ചാർത്തി തൃക്കാൽ രണ്ടും പിണച്ച് തിരുമുഖകമലം ദക്ഷിണയെ ചായ്ച്ചു വെച്ച് പൊന്നോടക്കുഴലോതുന്ന ഭഗവാന്റെ ഓരോ രോമകൂപത്തിലും ഓരോ ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവ് ബോധം കെട്ട് മോഹാലസ്യപ്പെട്ട് വൃന്ദാവനത്തിൽ 4 തലയും കുത്തി വീണു. പിന്നെ കുറെ കഴിഞ്ഞ് ബ്രഹ്മാവിന് ബോധം വന്നപ്പോ കണ്ട കാഴ്ച, നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നതായ ആ ചോറുരുള കയ്യിൽ വെച്ച് തന്റെ കൂട്ടുകാരെ വിളിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്ന ആ ഒരു സാധാരണ കൃഷ്ണൻ, ഒരു ഗോപാലൻ എന്ന ഭാവത്തിൽ കൃഷ്ണനെ കണ്ടു. ഇത്രയും വലിയ അത്ഭുതങ്ങളെ തനിക്ക് കാണിച്ചു തന്ന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് താനെന്ന് ബോധ്യപ്പെടുത്തി അതൊന്നുമല്ലാത്ത ഭാവത്തിൽ ഒരു സാധാരണ ഗോപാലനായി നിൽക്കുന്ന കൃഷ്ണനെ കണ്ടപ്പോ ബ്രഹ്മാവിന് സഹിച്ചില്ല. ഭഗവാന്റെ തൃപാദത്തിലേക്ക് ബ്രഹ്മാവ് കനകദണ്ഡമിവാധിപാത്യ, ഒരു സ്വർണ്ണ വടി കൈവിട്ടാൽ എങ്ങനെ വീഴുമോ അതുപോലെ ഭഗവാന്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു. നമുക്കൊക്കെ നമസ്കരിക്കുമ്പോ ഒരു നെറ്റിയെ മുട്ടിക്കണ്ടു, ബ്രഹ്മാവിന് 4 നെറ്റി മുട്ടിക്കേണ്ട പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നമസ്കാരത്തിന് ആദ്യത്തെ ശിരസ്, അടുത്ത നമസ്കാരത്തിന് അടുത്ത ശിരസ്, ഇങ്ങനെ ആ വൃന്ദാവനത്തിൽ ഭഗവാന്റെ തൃപ്പാദത്തിൽ തന്റെ 4 നെറ്റിയും മുട്ടാൻ തക്കവണ്ണം ബ്രഹ്മാവ് കിടന്നുരുണ്ടു. നൗമീഡ്യത്തെ പ്രവപുഷേ തടിദംബരായ ഗുഞ്ചാവതം സപരിപിഞ്ചല സന്മുഖായ വന്യസ്രചേ കപളവേത്ര വിഷാണവേണുലക്ഷ്മശ്രേ മൃദുപദേ പശുപങ്കജായ. സ്വതവേ ബ്രഹ്മാവ് 4 തലയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കഠിനമായ കടുകട്ടി തത്വവേദാന്തങ്ങളെ പറയുന്ന ആളാ.
അങ്ങനെ വേദാന്തം സ്തുതിക്കുന്നതായ ബ്രഹ്മാവ് ഈ വൃന്ദാവന വിഹാരിയായ കണ്ണന്റെ മുൻപിലെത്തിയപ്പോ ആ വേദാന്തൊക്കെ അങ്ങ് മാറ്റിവെച്ചു. ഇവിടെ ബ്രഹ്മാവിന്റെ ഒരു സ്തുതിയുണ്ട്. നൗമീദ്യതേ അഭ്രവപുഷേ തടിതംബരായ. മിന്നൽ പിണര് പോലെയുള്ളതായ പീതാംബരത്തെ ശരീരത്തിൽ ധരിച്ച കാർമേഘവർണ്ണനായ കൃഷ്ണ, കാതുകളിൽ കുന്നിക്കുരു കൊണ്ട് കടുക്കനിട്ട് മയിൽപീലി ചൂടി അരമണി ചാർത്തി പീതാംബരം ഞൊറിഞ്ഞുടുത്ത് മഹാലക്ഷ്മി പോലും ആശ്രയിക്കാനായി കാത്തിരിക്കുന്ന തൃപാദങ്ങളെ ഈ വൃന്ദാവനത്തിൽ വെച്ച് ഓടിക്കളിക്കുന്ന നന്ദഗോപകുമാരനായ കണ്ണ, നമസ്കാരം നമസ്കാരം എന്ന് ബ്രഹ്മാവ് സ്തുതിച്ചു. ഒടുവിൽ വൃന്ദാവനവാസികളുടെ മുഴുവൻ ഭാഗ്യാതിരേകത്തെ പുകഴ്ത്തിക്കൊണ്ട് എന്തൊരു ഭാഗ്യമാണിവർക്ക് കൃഷ്ണനോടൊപ്പം പാടാൻ, കൃഷ്ണനോടൊപ്പം ആടാൻ, കൃഷ്ണനെ മടിയിൽ വയ്ക്കാൻ. യാതൊരു സച്ചിദാനന്ദ ബ്രഹ്മത്തെ തത്വ ചിന്തകന്മാര്, യോഗീശ്വരന്മാര് ഒന്ന് ഹൃദയത്തിൽ കാണാൻ വേണ്ടി കൊതിക്കുന്നുവോ, ആ പരബ്രഹ്മത്തെ മടിയിൽ വയ്ക്കാനും മാറോട് ചേർക്കാനും ഭാഗ്യം കിട്ടിയ വൃന്ദാവനവാസികളുടെ, യശോദയുടെ ഭാഗ്യം, നന്ദഗോപരുടെ ഭാഗ്യം, അഹോഭാഗ്യം അഹോഭാഗ്യം. നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം എന്ന ഭാവത്തിൽ ബ്രഹ്മാവ് ആ ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ചപ്പോ വേണ്ട വിധത്തിൽ ആ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ച വത്സസ്തേയം അഥവാ ബ്രഹ്മമോഹനം എന്ന ലീലയെ പാടി പിന്നീട് യമുനാ നദിയിലേക്ക് കാളിയൻ എന്നു പേരായ ഒരു ഉഗ്രസർപ്പം ആ യമുനയിലെ ജലത്തെ മുഴുവൻ വിഷമയമാക്കിക്കൊണ്ട് വന്നു ചേർന്നു. കാളിയന്റെ ആ വിഷജ്വാല കൊണ്ട് ഇരുകരകളിലുള്ളതായ വൃക്ഷങ്ങൾ കരിഞ്ഞുണങ്ങി. ആകാശത്തുകൂടി പറക്കുന്ന പക്ഷികൾ പോലും വിഷസ്പർശമേറ്റ് വിഷജ്വാല കൊണ്ട് വീഴാൻ തുടങ്ങിയപ്പോ അവയെ ഭക്ഷിച്ച് കാളിയനും കുടുംബവും കാളിന്തിയില് യമുനയുടെ നിറം തന്നെ മാറി. അതുവരെ തെളിഞ്ഞ ജലമായിരുന്ന യമുനാ നദിക്ക് ഈ കാളിയന്റെ വിഷ നിറമായിട്ട് മാറി. ഇങ്ങനെ ഒരു വാർത്ത വൃന്ദാവനത്തിൽ മുഴുവൻ പരന്നപ്പോ നന്ദഗോപരും യശോദയും കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ ശ്രദ്ധിക്കണം, പശുക്കളെയൊക്കെ മേയ്ക്കാൻ പോകുമ്പോ, കളിക്കാൻ പോകുമ്പോ കാളിന്തിയുടെ അടുത്തേക്ക് പോണ്ട, യമുനയുടെ അടുത്തേക്ക് പോണ്ട. ദേ അവിടെ കാളിന്ത്യാം കാളിയസ്യാസിൽ കാളിയൻ എന്നു പേരായ ഒരു ഉഗ്രസർപ്പം വന്നിട്ടുണ്ടത്രേ. ആ കാളിയൻ സകലരെയും വേദനിപ്പിക്കണുണ്ടത്രേ എന്നൊക്കെ പറഞ്ഞ് യശോദ കൃഷ്ണനോട് പ്രത്യേകം പറഞ്ഞു. കാളിന്തി തീരത്തേക്ക് പോകരുത് പോകരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാൻ തീരുമാനിച്ചു, എന്ത്, എന്നാ പിന്നെ കാളിന്തിയുടെ അടുത്തേക്ക് എന്നെ പോവാം. കൂട്ടുകാരോടൊപ്പം യമുനാ തീരത്തേക്ക് എത്തി. ആ യമുനയിലെ ജലത്തിലേക്ക് ഗോപാലന്മാരിറങ്ങി ഒന്ന് കാലും മുഖം കഴുകുമ്പോഴേക്കും അവരൊക്കെ മരിച്ചു വീണു. തന്റെ അമൃത വീക്ഷണം കൊണ്ട്, കാരുണ്യ കടാക്ഷം കൊണ്ട് ഭഗവാൻ അവരെ ജീവിപ്പിച്ചു. സർവവിധത്തിലും ഭഗവാൻ തന്റെ കൂട്ടുകാരായ ഗോപാലന്മാരോട് പറഞ്ഞു, നമുക്ക് ഇന്ന് പുതിയൊരു കളി കളിക്കാം. ഓരോ ദിവസവും കൃഷ്ണൻ ഓരോ പുതിയ പുതിയ കളികൾ കൂട്ടുകാരോടൊപ്പം പ്ലാൻ ചെയ്യും. ഇവിടെ നമുക്കിന്ന് പുതിയൊരു കളി കളിക്കാം. പക്ഷേ ഈ കളി ഞാനും മറ്റൊരാളും കൂടിയിട്ടാ. അപ്പൊ ഗോപാലന്മാര് ചോദിച്ചു, അപ്പൊ കൃഷ്ണ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങള് ഞങ്ങളുടെ കളി കണ്ടാ മതി, നിങ്ങളൊക്കെ കാണികള്. എല്ലാവരും യമുനയുടെ തീരത്തുള്ളതായ ഈ പൂഴിപ്പരപ്പിൽ നിരന്നിരുന്നോളൂ. ശ്രദ്ധിച്ച് നല്ല ഭംഗിയായിട്ട് കാണേണ്ടവര് മരത്തിന്റെ മുകളിൽ കയറിയിരുന്നോളൂ. പറയുമ്പോഴേക്കും കൃഷ്ണൻ എന്താ ഭാവം എന്നൊന്നും അറിയില്ലല്ലോ. സകല ഗോപാലന്മാരും കൃഷ്ണന്റെ കളി കാണാൻ വേണ്ടി യമുനാ തീരത്ത് അങ്ങനെ കാത്തിരുന്നപ്പോ ഭഗവാൻ തന്റെ പീതാംബരപ്പട്ടിനെ അറയിൽ ഇങ്ങനെ മുറുക്കി കെട്ടി യമുനയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായ ഒരു കദംബ വൃക്ഷം, പൊഞ്ചിലം പണിഞ്ഞതായ പാദങ്ങളെ നീട്ടിവെച്ച് ഭഗവാൻ ആ കദംബ വൃക്ഷത്തിലേക്ക് ഓടിക്കയറണത് കണ്ടതും ഗോപാലന്മാർക്ക് വേവലാതിയായി. അയ്യോ, കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടാനാണോ പുറപ്പെടുന്നത്? കൃഷ്ണ കദംബ മധിരുഹ്യ തതോതി തുങ്കമാസ്ഫോട്യ ഗാഠരചനാം നെപതൽ വിശോതേ. ആട്ടിലേക്കച്ചുത ചാടല്ലേ ചാടല്ലേ എന്ന് ആ ഗോപാലന്മാര് നിലവിളിച്ചുവെങ്കിലും ഭഗവാൻ
ആ കദംബവൃക്ഷത്തിന്റെ അറ്റത്ത് കയറി അവിടുന്ന് എടുത്തങ്ങ് ചാടി. യമുനയുടെ മുകളില് ഏതോ കട്ടിയുള്ള ഒരു ആഹാരം വന്നു വീണിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതായ കാളിയൻ അടിത്തട്ടിൽ നിന്ന് ഘോരമായ തന്റെ വായ പിളർന്ന് ആ ആഹാരത്തെ വിഴുങ്ങാനായി വരുമ്പോഴാണ് കാളിയൻ തന്നെ ആദ്യം ഒന്ന് ഭയന്നു. യമുനയുടെ ഓളപ്പരപ്പിൽ തന്റെ കൊച്ചുകൈകളെ തല്ലി ആനന്ദിച്ച് ഉല്ലസിക്കുന്നതായ ആ നീലവർണ്ണനെ കണ്ടപ്പോ വിഴുങ്ങാനായി പുറപ്പെട്ടു. അതിഗംഭീരമായിട്ടുള്ളതായ യുദ്ധം. തന്റെ ശരീരം കൊണ്ട് കൃഷ്ണനെ വിരിഞ്ഞു മുറുക്കും. ഭഗവാൻ തന്റെ ശരീരത്തെ വലുപ്പമുള്ളതാക്കും. പെട്ടെന്ന് ചെറുതായി മാറുമ്പോ ആ കുരുക്കഴിയും. വീണ്ടും കാളിയനുമായിട്ട് യുദ്ധം. ഒടുവിൽ എപ്പോഴോ ആ യുദ്ധത്തിനിടയിൽ ഭഗവാൻ ഒരു കുതിപ്പ് കുതിച്ചു. അത് കാളിയന്റെ ഭണങ്ങളിലെ ചെന്ന് നിന്നു. കാളിയൻ തന്റെ ശിരസില് ഭഗവാൻ വന്ന് നിന്നപ്പോ വാലുകൊണ്ടടിച്ച് താഴെയിട്ടാലോ എന്ന് വിചാരിച്ചു തന്റെ വാലൊന്നുകൊണ്ട് കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിച്ചതും ഭഗവാൻ ഒരു കൈ കൊണ്ട് ആ വാലവിടെ പിടിച്ചു. അപ്പോഴേക്കും അടുത്ത ഭണം ഭഗവാന്റെ നേരെ ഉയർന്നു. ഭഗവാൻ ആ ഭണത്തിലേക്ക് പൊഞ്ചിലം പണിഞ്ഞ പാദമെടുത്തൊന്ന് ചാടി. അടുത്ത ഭണം ഉയർന്നു, അതിലേക്ക് ചാടി. അടുത്ത ഭണം ഉയർന്നു, അതിലേക്ക് ചാടി. പറയുമ്പോ ഭഗവാൻ വെറുതെ ചാടിയതാ. പക്ഷേ ചാടുന്നത് ചെറിയ ആളല്ല. അഖില കലാദി ഗുരുർന്ന നർത്ത, 64 കലകളുടെയും സകല കലകളുടെയും കലാനാഥനായിരിക്കുന്ന ഭഗവാന്റെ ചാട്ടം. ഭഗവാൻ വെറുതെ ഒന്ന് ചാടിയതേ ഉള്ളൂ. കണ്ടു നിൽക്കുന്നവർക്ക് തോന്നി എന്തൊരു ഭംഗിയാ ഭഗവാന്റെ ഈ നൃത്തം. ഭഗവാൻ കൃഷ്ണൻ നൃത്തം ചെയ്യാൻ പുറപ്പെടുന്നു അല്ലേ? നൃത്തം അത് ഭംഗിയാവണമെങ്കിൽ പിറകില് പക്കമേളം വേണം. ഗന്ധർവന്മാര്, ചാരണന്മാര്, യക്ഷ, കിന്നര, പന്നഗാദികൾ എല്ലാവരും പലവിധത്തിലുള്ളതായ വാദ്യങ്ങളെ കൊണ്ടുവന്ന് പ്രീത്യാമൃദംഗ പണവാനക വാദ്യ ഗീത പുഷ്പോപഹാര പലവിധത്തിലുള്ളതായ വാദ്യങ്ങളെ ഭഗവാന്റെ പുഞ്ചിലമ്പിന്റെ താളത്തിനനുസരിച്ച് അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർ ഭഗവാൻ ദ്രുതമാരിത തീരകനീപതരും വിഷമാരുത ശോഷിത പർണജയം. അതിഗംഭീരമായിട്ട് വായിച്ചു. കാളിയന്റെ ഓരോ ഭണങ്ങളിൽ നിന്നും രക്തം ഛർദിക്കാൻ തുടങ്ങി. ഒടുവിൽ ഇനിയൊരു ചവിട്ട് ചവിട്ടിയാൽ കാളിയൻ മരിച്ചു പോകും എന്ന സമയമായപ്പോ കാളിയന്റെ ഭാര്യമാര് വന്ന് ഭഗവാനെ സ്തുതിച്ചു. അവരെന്താ ഭഗവാനോട് പറഞ്ഞത്? ഭഗവാനെ ന്യായോഹി ദണ്ഡകൃതകിൽബിഷേസ്മിൻ തവാവതാര ഖലനിഗ്രഹായ. ഭഗവാനെ, ഞങ്ങളുടെ ഭർത്താവായത് കൊണ്ട് പറയണതല്ല. അങ്ങയുടെ ഒരു ചവിട്ട് കിട്ടേണ്ട അഹങ്കാരം ഇയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇനി ചവിട്ടരുത്. ന്യായമർഹതി നിഗ്രഹം, കൊല്ലരുത്. ഇവിടെ ഭഗവാൻ കാളിയനോട് പറഞ്ഞു, നിനക്ക് ഞാൻ വിഷസ്വഭാവം തന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തിരിച്ച് മുമ്പ് താമസിച്ചിരുന്നത് രമണകദ്വീപിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്നതായ കാളിയ നർത്തനം എന്ന രംഗം. പിന്നീട് കാട്ടുതീ തന്റെ മുഖം കൊണ്ട് പാനം ചെയ്ത താവാഗ്നിപാനവും ബലരാമസ്വാമി, ധേനുകാസുരൻ, പ്രലംബാസുരൻ തുടങ്ങിയ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന രംഗങ്ങളും ഓരോ ഋതുക്കൾക്കനുസരിച്ച് വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതായ അദ്ഭുത ആനന്ദ മനോഹര ലീലകളെയും പാടി ഒരധ്യായത്തില് അതിമനോഹരമായ ഭഗവാന്റെ വേണുഗാന രംഗമാണ് പിന്നീട് വർണ്ണിച്ചത്. കാലത്ത് ഗോപികമാരുടെ മുൻപിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കാർവർണ്ണനായ ഭഗവാൻ ഗോവർദ്ധന തീരത്തേക്ക് പശുക്കളെ മേയ്ക്കാൻ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഭഗവാൻ തിരിച്ചു വരുന്നത് വരെയുള്ളതായ മുഹൂർത്തം യുഗങ്ങളെ പോലെ തള്ളി നീക്കും. കൃഷ്ണനെ കാണാത്ത വിരഹ ദുഃഖം അത് താങ്ങാൻ സാധിക്കാതെ ആ ഗോപികമാരെ വിഷമിക്കുമ്പോഴാകും വളരെ ദൂരത്ത് ഗോവർദ്ധനത്തിന്റെ താഴ്വാരയിൽ നിന്ന് അതിസുന്ദരമായ ഭഗവാന്റെ വേണുഗാനം ഒഴുകി ഒഴുകി ആ ഗോപികമാരുടെ കാതുകളിലേക്ക് എത്തുക. ശൈലാൻ വിദ്രവയൻ, ശിലയെ പോലും ദ്രവിപ്പിച്ചു കളയാൻ ശക്തിയുള്ളതായ ആ വേണുഗാനം കേൾക്കുമ്പോൾ ഗോപികമാരുടെ ഹൃദയത്തിനുണ്ടാകുന്ന ആനന്ദം അവര് ആ വേണുഗോപാലനായ കൃഷ്ണന്റെ വേണുഗാന രംഗത്തെ ഭാഗവതത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നു. എങ്ങനെയായിരിക്കും കൃഷ്ണൻ വേണുഗാനം ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും വേണുഗാനം ചെയ്യുമ്പോൾ കൃഷ്ണന്റെ രൂപം? വളരെ ഭംഗിയായിട്ട് ഭാഗവതത്തിൽ പറയുന്നു. ബർഹാപീഠം നടവരവപു
കർണയോ കർണികാരം ബിഭ്രദ്വാസകനകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേർവൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശൽ ഗീതകീർത്തി. കൂട്ടുകാരായ ഗോപാലന്മാര് കൃഷ്ണനെ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കും. എങ്ങനെ കൃഷ്ണൻ പട്ടുടുക്കണം, കൃഷ്ണൻ എങ്ങനെ നടക്കണം, കൃഷ്ണൻ എങ്ങനെ ഇരിക്കണം, കൃഷ്ണൻ എന്തൊക്കെ ചെയ്യണം, കൃഷ്ണൻ എങ്ങനെ വേഷം കെട്ടണം, മുടി ഇന്ന് എങ്ങനെയാ കെട്ടേണ്ടത്, കുറി ഇന്ന് എങ്ങനെയാ ഗോപിക്കുറി തൊടേണ്ടത്, ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഗോപാലന്മാരാ. ഭഗവാൻ അവിടെ വൃന്ദാവനത്തിൽ ഒരു പാറപ്പുറത്ത് അവിടെ കയറിയിരുന്നാൽ ഗോപന്മാര് പലതരം ഇലകളൊക്കെ അരച്ച് കൊണ്ടുവരുന്ന ചാറ് കൊണ്ട് ഭഗവാന്റെ മുഖത്ത് മയ്ക്കപ്പെടും. വേറെ കുറെ ഗോപന്മാര് മയിൽപ്പീല് പിറക്കിക്കൊണ്ടുവന്ന് അത് ഭഗവാന്റെ നിറകയില് ചെരിച്ച് നീളത്തിൽ അവിടെ കുത്തിക്കൊടുക്കും. വേറെ കുറച്ച് ഗോപന്മാര് കർണികാര പുഷ്പം, കണിക്കൊന്ന പൂക്കള് കൊലയായിട്ട് കൊണ്ടുവന്ന് ഭഗവാന്റെ കാതുകളില് ആ കർണികാര പുഷ്പത്തെ കുലയായിട്ട് തൂക്കിയിടും. വേറെ കുറെ ഗോപന്മാര് ഭഗവാന്റെ പീതാംബരത്തെ ഭംഗിയായി ഞൊറിഞ്ഞ് അരയിലങ്ങനെ ഉടുപ്പിക്കും. അങ്ങനെ വേണുഗോപാലനായി ആ ഭഗവാനെ ഗോപാലന്മാരിതാ ഗുരുവായൂരപ്പന്റെ മേശാന്തി ഓരോ ദിവസം അവരവരുടെ ഹൃദയത്തില് ഗുരുവായൂരപ്പൻ എങ്ങനെ വേഷം കെട്ടണം എന്ന് ആഗ്രഹിക്കണവോ അതുപോലെ ഗുരുവായൂരപ്പനെ അണിയിച്ചൊരുക്കുന്നില്ലേ? അതുപോലെ ഗോപാലന്മാര് ആ സച്ചിദാനന്ദ ബ്രഹ്മത്തെ ഭംഗിയായി അലങ്കരിക്കും. അലങ്കാരമൊക്കെ കഴിഞ്ഞാൽ ഗോപന്മാര് പറയും, കൃഷ്ണ ഇനി ആ ഓടക്കുഴലൊന്ന് വിളിക്കും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ യമുനാ തീരത്തുള്ളതായ ആ കദംബവൃക്ഷത്തിൽ അല്പമൊന്ന് ചാരി നിന്ന് ഭഗവാൻ തന്റെ ആ വേണുഗാനം മുഴക്കുന്ന രംഗം, പാദങ്ങൾ രണ്ടും പിണച്ചു വെച്ച് കഴുത്ത് അല്പം ചെരിച്ച് ഭഗവാൻ തന്റെ കയ്യിലേക്ക് ഓടക്കുഴല് എടുത്ത് ആ ഓടക്കുഴലിനെ ചുണ്ടോട് ചേർത്ത് വിളിക്കുമ്പോ ഭാഗവതം പറയുന്നു, വാമബാഹുകൃത വാമകപോലോ വൽഗിത ഭ്രുരധരാർപ്പിത വേണും വാമബാഹുകൃത വാമകപോലഹ. ഇടത്തെ കവിള് ഇടത്തെ ചുമലില് മുട്ടുന്ന, അപ്പൊ ഇടത്തെ കവിള് ഇടത്തെ ചുമലില് മുട്ടണമെങ്കിൽ എത്ര ചെരിയണം? അത്ര ചെരിഞ്ഞിട്ടാണ് ഭഗവാൻ വേണുഗാനം വായിക്കുക. അങ്ങനെ ഭഗവാൻ ചെരിഞ്ഞു നിന്ന് ആ വേണുഗാനം വായിക്കണ സമയത്ത് പൊള്ളയായ ആ കാട്ടോടക്കമ്പിന്റെ ഉള്ളിൽ നിന്നും വരുന്ന മധുരമായ വേണുഗീതം വൃന്ദാവനത്തിന് കൊടുക്കുന്ന പരമാനന്ദത്തെ പാടി ആ വേണുഗോപാലന്റെ വേണുഗാനത്തെയും വേണുഗോപാല രൂപത്തെയും ഹൃദയത്തിൽ സദാസമയവും ധ്യാനിച്ച് വൃന്ദാവനവാസികളായ ഗോപികമാർക്ക് നന്ദഗോപകുമാരനായ കൃഷ്ണനിലേക്ക് പരമപ്രേമം ഉദിക്കുന്നു. പ്രേമസ്വരൂപനായ ആ കൃഷ്ണനെ പതിയായി ലഭിക്കാൻ സാക്ഷാൽ കാത്യായനി ദേവിയെ 41 ദിവസത്തെ ഉപവാസം ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു. യമുനാ തീരത്ത് മണലുകൊണ്ട് ദേവീ വിഗ്രഹത്തെ നിർമ്മിച്ച് സകല ഗോപികമാരും, ഹേ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതനായ നന്ദകൃഷ്ണൻ ഞങ്ങൾക്ക് പതിയായി വരണമേ എന്ന് ഒരേ മനസ്സോടു കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു, ഭഗവതിയെ പ്രാർത്ഥിച്ചു. 41 ദിവസം ഭഗവാനിലേക്ക് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും തടസ്സമായി നിൽക്കുന്നതായ ശരീരാഭിമാനം എന്ന അഴുക്കിനെ നീക്കാൻ ആ ഗോപികമാരുടെ വസ്ത്രങ്ങളെ ഭഗവാൻ അപഹരിച്ചു. ഒടുവിൽ പരമാത്മാവായ സർവചരാചരങ്ങളുടെയും അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവനായ ഭഗവാന്റെ മുൻപിലേക്ക് പോകാൻ എന്തിനാണ് ഒരു ലജ്ജ എന്ന ഭാവത്തില് സർവവും ഭഗവാന് സമർപ്പണം ചെയ്തതായ ആ ഗോപികമാര് ഭഗവാന്റെ മുൻപിൽ ചെന്ന് നമസ്കരിക്കുന്നതും അവരുടെ വസ്ത്രങ്ങളെ തിരിച്ചു നൽകി നിങ്ങളുടെ സകലതരത്തിലുള്ളതായ മോഹങ്ങളും കാമനകളും ഞാൻ സാധിപ്പിച്ചോളാം എന്ന് രാസലീല എന്ന ആനന്ദ നൃത്തത്തിന് അനുവാദം കൊടുത്തു. പിന്നീട് വൃന്ദാവനത്തില് വലിയ ഒരു യാഗത്തിന് തുടക്കമിട്ടു. പ്രജവാസികൾ മുഴുവൻ ഇന്ദ്രനെ പൂജിക്കാനായിട്ട് യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോ ഇന്ദ്രനാണ് മഴ പെയ്യിക്കണത് എന്ന് പറഞ്ഞ നന്ദഗോപരുടെ മുൻപില് ഇന്ദ്രൻ മഴ പെയ്യിക്കണ ആളാണ്, സംശയമില്ല. പക്ഷേ ഇന്ദ്രന്റെ കഴിവല്ലാതെ ഇന്ദ്രനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കുന്നതായ ഒരു ശക്തിയുണ്ട്. അധികാരം അതിലിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ശ്രേഷ്ഠത. അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ
അയാൾക്ക് ഈ ശ്രേഷ്ഠതയൊന്നുമില്ല. അപ്പോ ആ അധികാരത്തിന്റെ കേമത്താണ്. അതുകൊണ്ട് തന്നെ ഈ ദേവേന്ദ്രനെ 71 ചതുർയുഗം അഥവാ ഒരു മന്വന്തരം ദേവലോകത്തിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്നത് കാലസ്വരൂപനായ ജഗന്നാഥനായ ഭഗവാനാണ്. എന്റെ അഭിപ്രായത്തില് ദേവേന്ദ്രനെ അല്ല നമ്മൾ പൂജിക്കേണ്ടത്, പിന്നെയോ ഈ പ്രകൃതിയെയാണ്. വൃന്ദാവനത്തിന്റെ സകല ഐശ്വര്യത്തിനും നിദാനം ഗോവർദ്ധന പർവ്വതമാണ്. നമുക്ക് ഈ പർവ്വതത്തെ ഒന്ന് പൂജിച്ചാലോ, ഈ പ്രകൃതിയെ ഒന്ന് പൂജിച്ചാലോ? അപ്പോ ഏറ്റവും വലിയ പ്രകൃതി സ്നേഹി ഒരു പക്ഷേ ഈ കൃഷ്ണാവതാര ലീലകളിലെ കൃഷ്ണന്റെ എത്രയോ രംഗങ്ങൾ നമുക്ക് കാണാം അല്ലേ. അപ്പൊ പ്രകൃതിയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ജീവന്റെയും നിലനിൽപ്പിന് ആധാരം എന്ന് ഭാഗവതത്തിലെ കൃഷ്ണലീലകളിലൊക്കെ നമുക്ക് കാണാം. അപ്പൊ പ്രകൃതിയെ സ്നേഹിക്കാനും പൂജിക്കാനും എന്നും ആ പ്രകൃതിയെ ഓർമ്മിക്കാനും ഒക്കെയാണ് ഭാഗവതം പറയണത്. ഏതായാലും ഇവിടെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രന് നടത്താനിരുന്നതായ യാഗം ഗോവർദ്ധന പർവ്വതത്തിനാക്കി നടത്തി ഗോപന്മാര്. ഇത് ദേവേന്ദ്രനെ ചൊടിപ്പിച്ചു. ഒരടയച്ചക്കന്റെ വാക്ക് കേട്ട് തനിക്ക് ലഭിക്കേണ്ടതായ യാഗം ഗോവർദ്ധന പർവ്വതത്തിന് ചെയ്തു എന്നറിഞ്ഞതും വൃന്ദാവനത്തെ മുഴുവൻ നശിപ്പിക്കുമാറ് ഘോരമായ പ്രളയഭാവത്തിലേക്ക് എത്തിക്കുന്ന മഴ ആരംഭിച്ചു ദേവേന്ദ്രൻ. ഭഗവാൻ സകല ഗോപീഗോപന്മാരെയും ആ ഗോവർദ്ധന പർവ്വതത്തിനടുത്തേക്ക് ക്ഷണിച്ചു എന്ന് മാത്രമല്ല, ഗോവർദ്ധനത്തെ കുടയാക്കി, കുന്നിനെ കുടയാക്കി ഗോകുലവാസികളെ മുഴുവൻ രക്ഷിച്ചു. സർവവിധത്തിലും 7 ദിവസം ആ ഇന്ദ്രന്റെ അഹങ്കാരം നശിക്കണതുവരെ ഭഗവാൻ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ച് ഗോപാലന്മാരെ അനുഗ്രഹിച്ചപ്പോ ഗോമാതാവായിരിക്കുന്ന സുരഭീദേവി ഭഗവാന് തന്റെ അകിട് ചുരന്ന് ഗോവിന്ദ പട്ടാഭിഷേകം നടത്തി. ഗോവിന്ദ 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 എന്ന ലോകം മുഴുവൻ ഭഗവാന്റെ തിരുനാമം ഉറക്കെ ഉറക്കെ എങ്ങനെ ജപിച്ചതായ രംഗത്തിൽ സർവചരാചരങ്ങളെയും അനുഗ്രഹിച്ച് ഭഗവാൻ വൃന്ദാവനത്തിൽ വസിച്ചു. വരുണനെ വരുണലോകത്ത് ചെന്ന് അനുഗ്രഹിക്കുന്നതായ രംഗത്തെ കൂടി പാടി. പിന്നീട് 5 അധ്യായങ്ങളിലായിട്ടാണ് ഭാഗവതത്തിലെ സുപ്രധാനമായ രാസലീല അഥവാ രാസക്രീഡ എന്ന പ്രകരണത്തെ വർണ്ണിക്കുന്നത്. രാസക്രീഡ അല്ലെങ്കിൽ രാസലീല എന്ന പ്രകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. കേവലം കുറച്ച് പെൺകുട്ടികളോടൊപ്പം കൃഷ്ണൻ നടത്തിയ ഒരു നൃത്തം എന്ന ഭാവത്തിലല്ല ഭാഗവതത്തിൽ രാസലീല. കൃഷ്ണലീലകളൊന്നും ഒരിക്കലും നമ്മൾ അതിന്റെ ലൗകികമായ ഭാവത്തിൽ കാണരുത്. രാധാകൃഷ്ണ പ്രേമം അല്ലെങ്കിൽ ഗോപീഗോപന്മാരുടെ പ്രേമം, ഇതിനെയൊന്നും നമ്മൾ കാണുന്ന ചിത്രീകരണം പോലെയല്ല ഭാഗവതത്തിൽ പറയുന്നത്. പരിശുദ്ധമായ പ്രേമമാണ്. നാരദ മഹർഷി ഭക്തിക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നാരദ ഭക്തിസൂത്രം എന്നൊരു ഗ്രന്ഥം. ആ നാരദ ഭക്തിസൂത്രം എന്ന ഗ്രന്ഥത്തിൽ ആദ്യത്തെ സൂത്രവാക്യം, ഭക്തി എന്താണ് എന്ന് പറയുന്ന സൂത്രവാക്യം, സാധു അസ്മിൻ പരമ പ്രേമരൂപ. ഭക്തി എന്ന് വെച്ചാൽ അത് ഇവനോടുള്ള, ഈ ഭഗവാനോടുള്ള പരമപ്രേമമാണ് എന്ന് നാരദര് പറഞ്ഞു. ഈ പരമപ്രേമത്തിന് നാരദ ഭക്തിസൂത്രത്തിൽ ഉദാഹരണം നാരദര് പറഞ്ഞത് യഥാ വ്രജഗോപികാനാം. നിങ്ങൾക്ക് എങ്ങനെയുള്ള പ്രേമം, എങ്ങനെയുള്ള ഭക്തി എന്നറിയണോ? ഗോപികമാരെ കണ്ടാൽ മതി. അത്രയ്ക്ക് നാരദ മഹർഷി പോലും ഭക്തിക്ക് ഉദാഹരണം പറയുന്നതാണ് ഗോപികമാരുടെ പരമപ്രേമം എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ലൗകികമായ ഒരു അർത്ഥം ഈ ഒരു ഗോപിക സംഗമത്തിന് കാണരുത്. അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് ഗോപീ വസ്ത്രാപഹരണം. തൊട്ടു മുൻപ് നമ്മൾ അനുസ്മരിച്ചത്. കുളിക്കാനിറങ്ങിയ കുറച്ച് പെൺകുട്ടികളുടെ വസ്ത്രം കട്ടെടുത്തു കൃഷ്ണൻ എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ജീവന്റെയും ആത്യന്തികമായ ലക്ഷ്യം നിത്യാനന്ദമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് സുഖം കിട്ടണം. ഇത് തന്നെയാണ് അല്ലേ? എല്ലാവരുടെയും മോഹം സുഖാവണം. ജനിച്ച നിമിഷം മുതൽ നമ്മൾ ഈ ലോകത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും ഈ സുഖത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ചില ആൾക്കാർക്ക് വീട്ടിൽ സുഖം കിട്ടണില്ല എന്ന് കാണുമ്പോൾ നാട്ടിലിറങ്ങും. ചില ആൾക്കാർക്ക് അവനവന്റെ നാട്ടിൽ സുഖം പോരാന്ന് തോന്നുമ്പോഴാണ് മറുനാട്ടിൽ പോയി ജീവിക്കുക. ചില ആൾക്കാർക്ക് മറുനാട്ടിൽ പോയാലും സുഖം കിട്ടുന്നില്ല എന്ന് കാണുമ്പോഴാണ് വിദേശത്ത് പോവുക. ഇപ്പോ ചില ആൾക്കാർക്ക് ഭൂമിയിലെ സുഖം പോരാന്ന് തോന്നിയിട്ടാണ് ചന്ദ്രനിലൊക്കെ വാടകയ്ക്ക് സ്ഥലം എടുക്കാൻ തുടങ്ങിയത്. അപ്പോ പറഞ്ഞു വരുന്നത് എത്ര ദൂരത്തേക്ക് നമ്മൾ
പുറത്തേക്ക് ബാഹ്യമായിട്ട് സുഖത്തിനു വേണ്ടിയിട്ട് അന്വേഷിച്ചാലും പുറമേയിലുള്ളതായ ഏതൊരു വസ്തുവിൽ നിന്നും കിട്ടുന്ന സുഖത്തിന് ഒരു ഗ്യാരണ്ടി പീരീഡ്, ഒരു പരിധിയുണ്ട് എന്ന് ഭാഗവതം പറയുന്നു. മുമ്പ് പറഞ്ഞതുപോലെ ഊണ് കഴിച്ചാലുള്ള സുഖം ഊണ് കഴിക്കും തോറും കൂടുകയല്ല, കുറയാണ് ചെയ്യുക. അപ്പൊ ഏതൊരു സുഖവും ആദ്യത്തെ സുഖം പിന്നെ അനുഭവിക്കും തോറും കുറഞ്ഞു കുറഞ്ഞു വരണതായിട്ട് കാണാം. എന്തിഷ്ടാറിയോ ലഡു എന്ന് പറയുന്ന ആക്ക് എത്ര ലഡു ഇഷ്ടത്തിൽ തിന്നാൻ പറ്റും? ആദ്യത്തെ ലഡു തിന്നുമ്പോൾ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ മൂന്നാമത്തെ ആവുമ്പോഴേക്കും ആദ്യത്തെ ആ ഒരു സ്നേഹമൊക്കെ കുറയും. അപ്പൊ ഏതൊരു വസ്തുവിൽ നിന്നും, ലൗകിക വസ്തുവിൽ നിന്നും കിട്ടുന്ന സുഖം കൂടുകയല്ല ചെയ്യുക, കുറയുകയാണ് ചെയ്യുക. അല്ലേ? എന്താ ഒരു ഉദാഹരണം പറയാ. ഇപ്പോ വീട് കെട്ടുന്ന സമയത്ത് നമ്മളൊക്കെ വീട് കെട്ടുന്ന സമയത്ത് ചിലപ്പോ ചില ആൾക്കാര് എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത്തെ നിലയില്, മുകളിലുള്ള നിലയില് പുറത്തേക്ക് ഒരു ബാൽക്കണി കെട്ടുന്നത് കാണാം. രണ്ടാമത്തെ നിലയിൽ പുറത്തേക്ക് ഒരു ബാൽക്കണി കെട്ടും. എന്തിനാ ഈ ബാൽക്കണി കെട്ടണത് എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുക, ആൾക്കാരെയൊക്കെ കാണുക, ഒരു ഭംഗിയാണ് വീടിന്. അപ്പൊ ഈ ബാൽക്കണി കെട്ടണ സമയത്ത് ഇവർക്കൊറ്റ പദ്ധതിയുള്ളൂ. എന്താ പദ്ധതി എന്ന് വെച്ചാൽ ബാൽക്കണി രണ്ടാമത്തെ നിലയിൽ കെട്ടുമ്പോൾ ഒറ്റ മോഹേ ഉള്ളൂ. എന്താ രണ്ടാളുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും മോഹം എന്നറിയോ? വൈകുന്നേരത്തെ ചായ ആ ബാൽക്കണിയിൽ പോയിട്ട് കുടിക്കണം. ഗൃഹപ്രവേശനം കഴിഞ്ഞു, പിറ്റേ ദിവസം 4 മണി ആവണതിന് മുമ്പേ രണ്ടാളും ചായയും മിച്ചറും ഒക്കെ എടുത്ത് ഈ 28 പടി കയറി ആ ബാൽക്കണി സിറ്റ് ഔട്ടിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. എത്ര ദിവസം കയറും? ഓരോ ദിവസം കഴിയും തോറും പടിയുടെ എണ്ണം കുറയാൻ തുടങ്ങി. പിന്നെ ബാൽക്കണിയിലേക്ക് പോവാറേയില്ല. ഇപ്പോ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോ അവിടെ ഇരിക്കുന്ന പ്രാവിന്റെ കാഷ്ടം വൃത്തിയാക്കല പണി. അപ്പൊ പറഞ്ഞു വരുന്നത് ആദ്യത്തെ സുഖം അനുഭവിക്കും തോറും കുറയുന്നില്ലേ? ഇതുപോലെ നിത്യമായ സുഖത്തെ നമുക്ക് ലഭിക്കാൻ നിത്യസത്യസ്വരൂപനായ ഭഗവാനിൽ നിന്ന് മാത്രമേ ലഭിക്കുള്ളൂ എന്ന്. ആ ഭഗവാനിലേക്ക് പരിപൂർണമായ ആശ്രയം നമുക്കുണ്ടാവണമെങ്കിൽ, ഭഗവാന്റെ പരിപൂർണമായ അനുഭവത്തെ, ആനന്ദത്തെ നമ്മൾ നേടണമെങ്കിൽ ഭഗവാനിലേക്ക് നമ്മൾ എത്തണം. അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാന്റെ കഥ കേൾക്കാൻ, ഭഗവാനെ നമസ്കരിക്കാൻ, ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും അധികം നമ്മുടെ ജീവന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് ശരീരാഭിമാനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് നാമം ജപിക്കാം. ഉറക്കെ നാമം ജപിക്കുമ്പോ നാണക്കേട്, ഒന്ന് നമസ്കരിക്കുമ്പോ നാണക്കേട്, മുമ്പിൽ പോയി ഒന്ന് തൊഴുമ്പോ നാണക്കേട്. അപ്പോ ഇങ്ങനെ ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് തോന്നുന്ന ഈ ശരീരാഭിമാനം എന്ന അഴുക്കിനെയാണ് ഭഗവാൻ മാറ്റിയത്. വസ്ത്രാപഹരണം എന്ന ലീല ഒരു ജീവന്റെ ശരീരാഭിമാനത്തെ നീക്കലാണ്. അങ്ങനെ ശരീരാഭിമാനമാകുന്ന അഴുക്ക് നീങ്ങിയപ്പോ എന്തായി? ഇരുമ്പിന്റെ മുകളിലുള്ളതായ അഴുക്ക് നീങ്ങിയാൽ കാന്തം എപ്രകാരം ആ ഇരുമ്പിനെ തന്നിലേക്ക് ആകർഷിക്കുമോ, ശ്രീകാന്തനായ ലക്ഷ്മീകാന്തനായ ഭഗവാൻ തന്റെ വേണുഗാനത്തിൽ കൂടി ഗോപികമാരെ തന്നിലേക്ക് ആകർഷിച്ചു. കൃഷ്ണനെ തങ്ങളുടെ പരമപ്രേമം കൊണ്ട് സാക്ഷാത്കരിച്ച ഗോപികമാരുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങിച്ചെന്നപ്പോ കൃഷ്ണൻ ഞങ്ങളുടെ സ്വന്തമാണ് എന്നൊരഹങ്കാരം ഗോപികമാർക്കും ഉണ്ടായിന്ന. എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും, എത്രയൊക്കെ വേണ്ടാന്ന് വെച്ചാലും ഒരു കണികയ്ക്ക് അഹങ്കാരം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവും. എനിക്കങ്ങനെ ഒരു അഹങ്കാരവും ഇല്ല എന്ന് ചില അഹങ്കാരികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേൾക്കാറില്ലേ? അപ്പോ അഹങ്കാരം ഇല്ല എന്ന് പറയണത് തന്നെ, എനിക്കൊരഹങ്കാരം ഇല്ല എന്ന് പറയണത് തന്നെ ഏറ്റവും നല്ല അഹങ്കാരം. ഒരു മതില് കെട്ടിയിട്ട് ആ മതിലിന്റെ മുകളിൽ പരസ്യം പതിക്കരുത് എന്ന് എഴുതുന്നത് ഒരു പരസ്യം. ഇതുപോലെ അഹങ്കാരം ഗോപികമാരുടെ ഉള്ളിലുണ്ടായിരുന്നു. എന്താ അതിന് തെളിവ്? കൃഷ്ണനെ അവർക്ക് സ്വന്തമായി കിട്ടിയപ്പോ ഞാനിപ്പോ വലിയ ഭക്തനായി തീർന്നു, കൃഷ്ണൻ എന്റെ സ്വന്തം എന്നുള്ള ഭാവത്തിൽ അഹങ്കരിച്ചതും ഭഗവാൻ അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഒരു നിമിഷം കൃഷ്ണനെ നഷ്ടപ്പെട്ടപ്പോഴാണ് കൃഷ്ണനെ അവർ ഓരോരുത്തരും എത്ര സ്നേഹിച്ചിരുന്നു അവർക്ക് ബുദ്ധിയായത്. കൃഷ്ണനില്ലാതെ ഒരു നിമിഷം പോലും തങ്ങൾക്ക് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഗോപികമാര് ആ അർദ്ധരാത്രിയില് കൃഷ്ണാന്വേഷണം നടത്തുന്നതും ഒടുവിൽ ഭക്തിയുടെ പ്രേമസാമ്രാജ്യത്തിലെ മഹാറാണിയായ രാധാദേവിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാനെ കിട്ടാൻ നമ്മൾ മെനക്കെട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല.
നാമം ജപിക്കുക, ഭാഗവതം കേൾക്കുക, പ്രദക്ഷിണം വയ്ക്കുക, പുഷ്പാഞ്ജലി ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്താലും ഭഗവാനെ കിട്ടണമെങ്കിൽ ഭഗവാന്റെ കൃപ ഭഗവാന് തോന്നണം. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് ഗോപികമാര് യമുനാതീരത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചു. അതാണ് ഗോപികാഗീതം. ആ ഗോപികാഗീതത്തിൽ കൂടി ഹൃദയത്തിൽ ഉരുണ്ടുകൂടിയതായ അഹങ്കാര കാർമേഘം മുഴുവൻ മഴയായി കണ്ണുനീരായി പെയ്തൊഴിഞ്ഞപ്പോ ഗോപികമാരുടെ മുൻപിലേക്ക് സാക്ഷാൽ മന്മഥനായി ഭഗവാൻ ശ്യാമസുന്ദരനായി അവതരിച്ചു. ഓരോ ഗോപികയ്ക്കും സ്വന്തമായിട്ടൊരു കൃഷ്ണൻ എന്ന ഭാവത്തില് ആ വൃന്ദാവനത്തില് രാസമണ്ഡലം ഒരുങ്ങുന്നതും രണ്ട് ഗോപികമാരുടെ നടുവിലായ ഒരു കൃഷ്ണൻ, രണ്ട് കൃഷ്ണന്മാരുടെ നടുവിലായ ഒരു ഗോപിക എന്ന ഭാവത്തിൽ നടത്തിയ ആ രാസനൃത്തത്തിന് കലാദേവതകളും സംഗീത ദേവതകളും നൃത്തദേവതകളും രാഗദേവതകളും പക്യമേളം ഒരുക്കിയപ്പോ ഗംഭീരമായിട്ട് ഭഗവാൻ രാസനൃത്തം എന്ന ആ ആനന്ദ നൃത്തത്തെ അവതരിപ്പിച്ചു, ഗോപികമാരെ അനുഗ്രഹിച്ചു. ഗോപികമാരുടെ ഈ ഒരു പരമപ്രേമത്തെ ആരാണോ കേൾക്കുന്നത്, പാടുന്നത്, അവർക്ക് ഹൃദയശുദ്ധി ഉണ്ടാകും, പരിശുദ്ധമായ ഭക്തി ഭഗവാനിലേക്ക് ഉദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകരണം സമർപ്പിച്ചു. പിന്നീട് ഭഗവാന്റെ മധുരാപ്രവേശനവും, മധുരയിൽ വച്ച് ഭഗവാൻ കംസനെ വധിച്ച് മധുരാധിപതിയായി തീരുന്ന രംഗമൊക്കെയാണ് ഇവിടെ പാരായണം ചെയ്തത്.